അപ്പൊ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയെല്ലാം തകർത്ത് ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം പാർട്ടി കൈക്കലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് അവസാനത്തെ ഭരണമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ നാട് മുഴുവൻ കൊള്ളയടിക്കാനാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ ശ്രമിക്കുന്നത്. UDF അതിന് കൂട്ടുനിൽക്കുക. അല്ല, എന്തെത്ര വേവലാതി പ്രതിപക്ഷ നേതാവിനെ ഞാൻ ചോദിക്കുന്നത്? എന്തിനാ ഈ കർണാടകയിൽ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കുന്നു? വാങ്ങിയിട്ടുണ്ടോന്നാ ഞാൻ ചോദിക്കുന്നു. ഞാൻ വാങ്ങിയെന്നല്ല ഞാൻ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവും വാങ്ങിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. കാരണം കോൺഗ്രസ് പഴയ പ്രതിപക്ഷ നേതാവ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ വെറുതെ ഒരു മുണ്ടയില്ല പടി പൊട്ടിച്ചായിരുന്നു. തൊട്ട് മുമ്പത്തെ പ്രതിപക്ഷ നേതാവ് മാസപ്പടി വാങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹം വാങ്ങിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ അന്വേഷണത്തിലെ എല്ലാ കാര്യങ്ങളും വെളിച്ചത്ത് വരും. ഈ അന്വേഷണം കൊണ്ട്, കാരണം ഒരു ഷെൽ കമ്പനി രാജ്യത്ത് ഇത്തരം ഫ്രോഡ് നടത്തുമ്പോൾ അതിനുള്ള അന്വേഷണ ഏജൻസിയാണിത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ്. ഈ അന്വേഷണത്തിന്റെ ഗൗരവം എന്താണെന്ന് അറിയാത്തത് കൊണ്ടല്ല താങ്കൾ ഈ ചോദ്യം ചോദിച്ചതെന്ന് എനിക്കറിയാം. ഇത് കോൺഗ്രസിന്റെ ഒരു ചോദ്യമാണ്. അത് മാധ്യമങ്ങളിലൊക്കെ വരുന്നതുകൊണ്ടാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണ്. അത് അതിനെപ്പറ്റി അറിയുന്നവർക്കറിയാം. ഇവിടുത്തെ പല പ്രഗത്ഭരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളും ഇത്തരം ഷെൽ കമ്പനികളെ ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കുന്നതിനെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട പല ആളുകളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഇതിനോടൊപ്പം നടന്നിട്ടുണ്ട്. വെരി സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏജൻസിയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കാര്യങ്ങളെല്ലാം പുറത്തു വരും. അല്ല, മുഖ്യമന്ത്രി ഇല്ല, അങ്ങനെ പറഞ്ഞില്ല ശ്യാം. ഞാനിത് നിങ്ങൾ ഈ തെറ്റിദ്ധാരണ പരത്തരുത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സ്വർണം വിട്ടുകിട്ടാൻ വിളിച്ചു എന്നാണ് ഞാൻ ഈ ആരോപണം ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിളിച്ചില്ലേ? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടന്നില്ലേ? ഇന്ത്യയിലെ ഏത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ഡോളർ കടത്തിലും ലൈഫ് മിഷൻ കേസിലും ജയിലിൽ കിടന്നത്? ആ ചോദ്യം ചോദിക്കരുത്. തെളിവുകളാണ് അന്വേഷണത്തിന് ആധാരം. ഇപ്പം മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നാണോ ഞാൻ പറഞ്ഞത്? മുഖ്യമന്ത്രിയും മകളും മാസപ്പടി വാങ്ങി എന്നുള്ളത് രാഷ്ട്രീയ ആരോപണമല്ല. അത് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയതാണ്. എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര വേവലാതി മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ? കാര്യം അന്വേഷണം നടക്കട്ടെ. അല്ലെന്ന് പ്രതിപക്ഷം, ഞാൻ ചോദിക്കട്ടെ, SNC ലാവ്ലിൻ കേസ് വിചാരണ കൂടാതെ തള്ളിക്കളഞ്ഞത് ആരാണ്? ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഒരു നൈതികത വേണം. മാധ്യമപ്രവർത്തകരല്ല, ഞാൻ പ്രതിപക്ഷത്തിനോടാണ്. ഒരു നൈതികത വേണം. VD സതീശനും കമ്പനിയും കൃത്യമായ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമുണ്ട്. SNC ലാവ്ലിൻ കേസ് ട്രയൽ ഇല്ലാതെ തള്ളിക്കളഞ്ഞത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന വയലാർ രവിയുടെ മകളുടെ ഭർത്താവ്, മുഖ്യമന്ത്രിയുടെ സ്വന്തം ഉണ്ട കൊണ്ടുപോയ ആളില്ലേ, പുരുഷോത്തമൻ, ഓർമ്മയില്ലേ? ചെന്നൈയിൽ 2 ഉണ്ടയിട്ട് പോയി, തോക്കില്ലാതെ ഉണ്ടയിട്ട് പോയി. ആ പുരുഷോത്തമനും അദ്ദേഹത്തിന്റെ പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന ആളുകളെല്ലാം ഇടപെട്ടാണ് ആ കേസ് ഒതുക്കിയത്. ആ കേസ് ഒതുക്കിയതിനുള്ള പ്രതിഫലം ഇപ്പോഴും നിങ്ങൾക്ക് ദുബായിൽ പോയാൽ അന്വേഷിച്ചാൽ മനസ്സിലാവും. അതേ, ആ കോടതി ഒതുക്കിയതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. വെറുതെ കോടതി പറഞ്ഞല്ലോ. CBIക്ക് വേണ്ടി ബാധിച്ചവര് പഴം പുഴുകി തിന്നാൻ ഇരുന്നായിരുന്നില്ലല്ലോ. ആ കേസ് വീണ്ടും ട്രയൽ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പീൽ നേടി ഞങ്ങളുടെ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. എന്നിട്ട് സതീശൻ പറയാണ് ലാവ്ലിൻ കേസ് ഒത്തുതീർക്കുന്നു. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായിട്ടുള്ള മാസപ്പടി കേസ് നിയമസഭയിൽ ചർച്ച ചെയ്യാതിരിക്കാൻ നാണം കെട്ട പണിയെടുത്ത ആളാണ് VD സതീശൻ. നിങ്ങൾ എന്താ അത് ചോദിക്കാത്തത്? ഇത്രയും ലജ്ജാകരമായി മുഖ്യമന്ത്രിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന മറ്റൊരു പ്രതിപക്ഷ നേതാവും കേരളത്തിലുണ്ടായിട്ടില്ല. ഞാൻ രമേശ് ചെന്നിത്തല ഈ കേസിൽ കുറ്റാരോപിതനായിട്ടുള്ളതാണ്. അദ്ദേഹം പോലും പിണറായി വിജയന്റെ കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തിരുന്നു. പക്ഷെ ഈ VD സതീശനെ പോലെ ഇതുപോലെ ഇത്രയും നിർലജ്ജം മുഖ്യമന്ത്രിയുടെ പാദസേവ ചെയ്യുന്ന വേറൊരു പ്രതിപക്ഷ നേതാവില്ല. അദ്ദേഹം നിയമസഭയിൽ ഇത് ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തി, അങ്ങേറ്റം പരിശ്രമിച്ചു. എന്നിട്ട് അയാൾ പറയുന്ന വർത്തമാനം കേട്ടിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണോ? അയാൾ ഏജന്റാണ് പിണറായി വിജയൻ. അയാൾ പിണറായി വിജയന് വേണ്ടിയാണ് ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്കമാലി 4 കാലടി എന്ന് പറയുന്നത് പോലെയാണ് റെയിൽവേ സ്റ്റേഷൻ. VD സതീശൻ 4 പിണറായി വിജയനാണ്. VD സതീശൻ 4
പിണറായി വിജയൻ. നമ്മൾ കാലടി പോയ അങ്കമാലി പോയ കാണില്ല, അതുപോലെയാണ്. അങ്കമാലി 4 കാലടി. വി.ഡി. സതീശൻ 4 പിണറായി വിജയൻ. നിയമസഭയെ അദ്ദേഹം പ്രതിപക്ഷ നേതാവുള്ള ധർമ്മം മറന്നു. നിയമസഭയിൽ ചർച്ചയാവാതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഇപ്പൊ ഈ കർണാടകയിൽ കൊണ്ടുപോയി ഈ സൂട്ട് ഫയൽ ചെയ്തതിന്റെ പിന്നിലും സതീശന്റെ കാഞ്ഞ ബുദ്ധിയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അല്ല, അതൊക്കെ സതീശൻ ആള് ഭയങ്കര വിദ്വാനാണ്. DK ഒക്കെ അവിടെ കിടക്കല്ലേ. ആ കൊടുക്കുമല്ലോ. എന്താണ് ഉദ്ദിഷ്ട കാര്യം? അല്ല, ഭാരതരത്ന കൊടുക്കേണ്ട ആളാണെന്ന് അദ്ദേഹം. അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായിട്ടുള്ള 10-16 ഭാഷകൾ. കോൺഗ്രസിലെ ഈ അഴിമതിക്കാരെ പോലെയൊന്നും അല്ലെന്ന്. അല്ല, നരസിംഹറാവുവിനെതിരെ ഒരു കേസിലും വഴി തെളിഞ്ഞിട്ടില്ല. നരസിംഹറാവുവിന്റെ ഭരണകാലത്ത് സോണിയാഗാന്ധിയുടെ ആൾക്കാരാണ് ഈ അഴിമതി മുഴുവൻ നടത്തിയത്. മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് സോണിയാഗാന്ധിയും കമ്പനിയുമാണ് ഈ അഴിമതി മുഴുവൻ നടത്തിയത്. മൻമോഹൻ സിംഗിന്റെ കാലം മൻമോഹൻ സിംഗും AK ആന്റണിയും ഒഴിച്ച ആ സർക്കാരിലുള്ളവരെല്ലാം അഴിമതിക്കാരായിരുന്നു. അതുകൊണ്ട് അത് പറയണ്ട. ഏത് അഴിമതി UPA കോൺഗ്രസിന്റെ ഗവൺമെന്റ് നടത്തിയാലും കമ്മീഷൻ വാങ്ങുന്നത് നമ്പർ 10 ജൻപദ് ആണെന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? അതുകൊണ്ട് അവരൊന്നും അങ്ങനെ തൊഴുത്തിൽ കെട്ടണ്ട. വേറെ എന്റെ പാർട്ടി അധികാരത്തിലെത്തിയത് ഈ ജനങ്ങളുടെ സഹായത്തോടു കൂടി. പിന്നെ നിങ്ങൾ ഈ കോട്ടയത്തായതുകൊണ്ട് ഈ തുർക്കിയിൽ ഇപ്പൊ ഇന്ന് രാവിലെ വാർത്ത വായിച്ചില്ലേ? നിങ്ങൾ ഈ രാമക്ഷേത്രം സുപ്രീം കോടതി വിധി അനുസരിച്ച് എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയതിനു ശേഷം പണിതതാണ്. അവിടെ ഒരു രാജാവ് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു പള്ളി പൊളിക്കണം എന്ന് തോന്നിയാൽ അപ്പ പൊളിക്കുകയാണ്. 2000-3000 കൊല്ലം പഴക്കമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളെല്ലാം പൊളിച്ച് മുസ്ലിം പള്ളികളാക്കുകയാണ്. വി.ഡി. സതീശനും മിണ്ടുന്നില്ല, ഗോവിന്ദനും മിണ്ടുന്നില്ല. BJPക്ക് അങ്ങനെ ഒരു നിലപാടുമില്ല. എല്ലാ പള്ളികളുടെയും അടിയിൽ പോയി കല്ല് തപ്പണ്ട എന്ന് RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് പറഞ്ഞിട്ടുണ്ട്. അതറിയാത്തവരാണ് ഈ സംസാരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ് ഞങ്ങളുടെ നിലപാട്. BJP നേതാവല്ല, നിങ്ങൾ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. BJPയിൽ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, ആരും അങ്ങനെ പറയില്ല. അങ്ങനെ പറഞ്ഞാൽ അവർ പാർട്ടിയിൽ ഉണ്ടാവില്ല. അതല്ലേ സത്യം. കേന്ദ്രം എന്താണ് നടത്തുന്നത്? സംസ്ഥാനം കേന്ദ്രം ഏത് ന്യൂനപക്ഷത്തിൽ പഠിപ്പിക്കുന്നത്? ഞാൻ വായിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു കേരളത്തെ കുറിച്ചാണ് പറഞ്ഞത്. ശരി. ഇല്ല, അതും വ്യാജ വാർത്തകളാണ്. BJPയുടെ മഹിളാ മോർച്ച എവിടെയും പോയിട്ടില്ല. ആ ബീച്ചിൽ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നതായിട്ട് അവിടുത്തെ വീട്ടമ്മമാര് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കുട്ടികൾ വഴിയാതാരാവുന്നതിനെതിരായിട്ട് ആ അമ്മമാര് പോയതാണ്. എല്ലാം BJPയുടെ തലയെ കെട്ടിവെക്കല്ലേ. BJPയുടെ ആരും ഇല്ല, അമ്മമാരാണ്. ആ രക്ഷിതാക്കളെ സമരത്തിന് ഇറങ്ങൂലേ? മക്കള് നിങ്ങളെ പോലെയാണ്. നിങ്ങൾക്ക് എല്ലാം വാർത്തയായാൽ മതി. അവരൊക്കെ അവരെ കുട്ടികളല്ലേ വലുത്. അവിടെ എന്തുമാതിരി മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നത്. അപ്പൊ അവരിറങ്ങും. യു ഹാവ് ടു അപ്രീഷിയേറ്റ് ദം. അല്ലാതെ വെറുതെ ഞങ്ങളുടെ തല കെട്ടി വെക്കണം. പോകുന്നുണ്ട് 24 ട്രെയിൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു, വരാം. തിരുവല്ല കഴിഞ്ഞു, ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നു. പിന്നെ അയോധ്യ സർ, കേരളത്തിൽ ഒരു മാസം രാമായണ മാസമായി ആചരിക്കുന്ന സ്റ്റേറ്റ് ആണ് കേരളം. കണ്ടില്ല? LDFും UDFും എതിർത്തിട്ടും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ എങ്ങനെ വിജയിച്ചു നിങ്ങൾ നോക്കൂ. കേരളത്തിൽ രാമായണവും കേരളവും തമ്മിൽ അങ്ങേറ്റത്തെ ബന്ധമുണ്ട്. നാളെ ബന്ധമുണ്ട്. അത്രയും ബന്ധമാണ്. സീതാലവകുശ ക്ഷേത്രങ്ങളുള്ളത് ഇവിടെയാണ്. ശ്രീരാമൻ ഈ കേരളത്തിലെ എത്രയോ സഖ്യന്റെ മുകളിലൂടെ എത്രയോ പോയിട്ടുണ്ട്. കൊല്ലത്ത് ജഡായിപ്പാറയുണ്ട്. 7 പ്രധാനപ്പെട്ട ശ്രീരാമ ക്ഷേത്രങ്ങളിലൊന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം തൃപ്രയാറാണ്. അത്രയ്ക്ക് ബന്ധം കേരളത്തിൽ ശ്രീരാമനും കേരളവും തമ്മിലുണ്ട്. അപ്പൊ ഇവിടുന്ന് ഞങ്ങൾ ട്രെയിൻ പോയില്ലേ പിന്നെ എന്ത് വിചാരിക്കും? ട്രെയിൻ പോകണം. നിങ്ങളെല്ലാം ക്ഷണിക്കുന്നു. അയോധ്യയിൽ വളരെ ചുരുങ്ങിയ സംവിധാനത്തിൽ പോയി ദർശനം നടത്തി താമസിച്ച് വരാനുള്ള സൗകര്യമാണ് തീർത്ഥാടകർക്ക്. എല്ലാ മാധ്യമപ്രവർത്തകരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. കാരണം അത്രയും കാണേണ്ട ഒരു സ്ഥലമാണ്. പോയിട്ട് കാണണം. ഓക്കെ. BJP എത്ര സീറ്റ് നേടുന്നതായി സാറ് തന്നെ 5 സീറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ? 1-2 കൂടി ഞങ്ങൾ അഡീഷണൽ ഞാൻ ചേർക്കും.
അതെല്ലാം പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. PC ജോർജ് ആയാലും കെ സുരേന്ദ്രനായാലും എല്ലാവരും പാർട്ടിക്ക് വിധേയരാണ്. നിങ്ങൾ ചുമ്മാ വാർത്ത കൊടുത്തോണ്ടൊന്നും കാര്യമില്ല. എല്ലാവരും പാർട്ടിക്ക് വിധേയരാണ്. അല്ല, അദ്ദേഹം വളരെ അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. നിങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പാർട്ടിക്ക് നയങ്ങൾക്കനുസരിച്ച് ഇനി പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. വെറുതെ ആവശ്യമില്ലാതെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകണ്ട. രാവിലെ കൊടയിട്ട് അങ്ങോട്ട് പോകണ്ട. അയ്യോ, അതൊക്കെ ദേശീയ തലത്തിൽ ചോദിക്കും. പിണറായി വിജയന്റെ അഴിമതിയെ പറ്റി പറയുമ്പോഴാണ് നിങ്ങൾ ഈ നരസിംഹറാവുവിന്റെ അഴിമതിയെ പറ്റി പറയുന്നത്. അദ്ദേഹത്തിന്റെ സർക്കാരിനെതിരെ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അഴിമതിയൊന്നും നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ സർക്കാരിനെ രക്ഷിക്കാൻ സോണിയാഗാന്ധിയുടെ ആൾക്കാർ സൂട്ട് കേസിൽ കാശ് കൊണ്ടുവന്നു. അത് സത്യമാണ്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. ആണല്ലോ, സർക്കാർ ഭരിക്കുമ്പോ അങ്ങനെ ഉന്നയിക്കുമല്ലോ. അതെ, നരസിംഹറാവുവിനെതിരെ ഒരു കോടതിയിലും ഒരു അഴിമതിയും തെളിഞ്ഞിട്ടില്ല. ലാലു പ്രസാദ് അത് കടന്നു പോലെ ആൾ കടന്നോ? പിണറായി വിജയൻ പോലെ ഒരു കള്ളനാണെന്ന് ആരെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? വെറുതെ എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത്? അല്ലല്ലേ, ഉള്ളത് പോലെ പറയണം. താങ്ക് യു.